ഹായ് ഫ്രണ്ട്സ്, ലെറ്റ്സ് ലോയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിവിധങ്ങളായ എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി കറണ്ട് അഫയേഴ്സാണ് ഷെയർ ചെയ്യുന്നത്. സോ ഈ ഒരു ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുകയും ചെയ്യുക. 50-ലധികം വരുന്ന വിവിധങ്ങളായ ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യ എന്ന പേരിൽ പോർട്ടൽ ലോഞ്ച് ചെയ്ത ഇന്ത്യൻ മിനിസ്ട്രി ഏതാണ്? ഉത്തരം മിനിസ്ട്രി ഓഫ് ടൂറിസമാണ്. കോവിഡ് കാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിപ്പോയ ടൂറിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ടിംഗ് നെറ്റ്വർക്കാണ് സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൈലാബ് പാത്തോ ഡിറ്റക്ട് COVID-19 ക്വാളിറ്റേറ്റീവ് PCR കിറ്റ് അഥവാ കൊറോണ വൈറസ് ടെസ്റ്റിംഗ് കിറ്റ് ഡെവലപ്പ് ചെയ്ത ആ ഒരു ടീമിൻ്റെ ഹെഡ് ആരായിരുന്നു? ഉത്തരം മിനാൽ ദഖാവെ ബോസ്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർച്ച് 2020 അന്തരിച്ച അർജുൻ ദേവ് ആരായിരുന്നു? ഉത്തരം അദ്ദേഹം ഇന്ത്യ കണ്ടൊരു വലിയൊരു ഹിസ്റ്റോറിയനായിരുന്നു. പ്രൊഫസർ അർജുൻ ദേവ് 81-ാമത്തെ വയസ്സിൽ ഉത്തർപ്രദേശിലെ നോയിഡയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഈസ്റ്റ് ഏഷ്യ ആൻഡ് പസഫിക് ഇൻ ദ ടൈം ഓഫ് COVID-19 എന്ന തലക്കെട്ടുള്ള ഒരു റിപ്പോർട്ടിൽ ഈസ്റ്റ് ഏഷ്യ പസഫിക് റീജിയണിൽ പട്ടിണി 11 ദശലക്ഷം ആയി ഉയരും എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഏതൊരു ഓർഗനൈസേഷനാണ് ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തത്? ഉത്തരം വേൾഡ് ബാങ്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, COVID-19 എമർജൻസി റെസ്പോൺസിനായി വേൾഡ് ബാങ്ക് ഇന്ത്യക്ക് ഓഫർ ചെയ്ത തുക എത്രയായിരുന്നു? $1 ബില്യൺ ആണ്. ഏപ്രിൽ 2020 അന്തരിച്ച ഫിലിപ്പ് വാറൻ ആൻഡേഴ്സൺ ഏതു ഫീൽഡിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്? ഉത്തരം ഫിസിക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് കോംപ്രഹെൻസീവ് COVID-19 ട്രാക്കിംഗ് ആപ്പ് ഏതാണ്? ഉത്തരം ആരോഗ്യ സേതു. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, പ്രൊജക്ട് പ്രാണക്ക് കീഴിൽ ആദ്യമായി പ്രോട്ടോടൈപ്പ് ഫോർ ഇൻഡിജിനസ് വെന്റിലേറ്റർ ഡെവലപ്പ് ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 ഏഷ്യൻ യൂത്ത് ഗെയിമിൻ്റെ 3rd എഡിഷൻ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം? ചൈന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് കമ്പനിയുമായി ചേർന്നുകൊണ്ടാണ് നാഷണൽ ഹെൽത്ത് അതോറിറ്റി ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സിന് COVID-19 സാഹചര്യത്തിൽ 24 മണിക്കൂറും സൗജന്യ യാത്ര ഒരുക്കിയിട്ടുള്ളത്? ഉത്തരം യൂബർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ ട്രാൻസ്ജെൻഡർ ഡേ ഓഫ് വിസിബിലിറ്റി എന്നാണ് ആഘോഷിക്കപ്പെടുന്നത്? ഉത്തരം മാർച്ച് 31 ആഗോളതലത്തിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നേരിടുന്ന വിവേചനം, അതുപോലെ തന്നെ അവരുടെ സമൂഹത്തിലെ കോൺട്രിബ്യൂഷൻസ്, ഇവയെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ഇതിനു കീഴിൽ മൈക്രോ ഇറിഗേഷനിൽ ഓൾ ഇന്ത്യ ലെവൽ ടോപ്പായിട്ടുള്ള ഇന്ത്യൻ സ്റ്റേറ്റ്? തമിഴ്നാടാണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് അനിമൽസ് ഈ ഒരു സംഘടന ഹീറോ ടു അനിമൽ അവാർഡ് നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം ഒഡീഷയിലെ ചീഫ് മിനിസ്റ്ററായിട്ടുള്ള നവീൻ പട്നായിക് ആണ്. 5ഓളം വരുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻസിലും അതുപോലെ തന്നെ 48ഓളം വരുന്ന മുനിസിപ്പാലിറ്റിയിലും കമ്മ്യൂണിറ്റി ആനിമൽസിന് ഭക്ഷണം നൽകുകയും അതുപോലെ തന്നെ 54 ലക്ഷത്തോളം രൂപ COVID-19 ലോക്ക്ഡൗൺ കാലത്ത് അതിനുവേണ്ടി നീക്കിവെക്കുകയും ചെയ്തതിനാണ് ഈ ഒരു അവാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രനിലെ സൗത്ത് പോളിൽ ആർട്ടിമിസ് എന്ന പേരിൽ ആദ്യത്തെ ഹ്യൂമൻ ബേസ് ക്യാമ്പ് നാസ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് വർഷത്തിലാണ്? ഉത്തരം 2024 2020 നവംബറിൽ നടക്കേണ്ടിയിരുന്ന ഫിഫ Under-17 വിമൻസ് വേൾഡ് കപ്പ് ഏത് രാജ്യത്തായിരുന്നു നടക്കേണ്ടിയിരുന്നത്? ഉത്തരം ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് മിനിസ്ട്രിക്ക് കീഴിലാണ് ഡിജി ലോക്കർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. രാജ്യത്തെ വിവിധ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കീഴിൽ അക്കാഡമിക് അവാർഡ്സ്, മാർക്ക് ഷീറ്റ്സ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ ക്ലൗഡ് ബേസ്ഡ് സർവീസിൽ സൂക്ഷിക്കാനുള്ളൊരു സംവിധാനമാണിത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ് നാസ്കോം ഇതിൻ്റെ ചെയർമാനായി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട വ്യക്തി? UB പ്രവീൺ റാവോയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, COVID-19 പൊരുതാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനുമായി ചേർന്നുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി പുറത്തിറക്കിയ ഇനീഷ്യേറ്റീവ് ഏതാണ്? ഉത്തരം സമാധാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിപ്രോയുമായി ചേർന്നുകൊണ്ട് ഏതു ഓർഗനൈസേഷനാണ് കൊറോണ വൈറസ് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഫുൾ ഫേസ് ഷീൽഡ് ക്രിയേറ്റ് ചെയ്തത്? ഉത്തരം DRDO ആണ്.
അഥവാ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഏജൻസിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യമായി COVID-19 ഗവൺമെൻറ് റെസ്പോൺസ് ട്രാക്കർ ലോഞ്ച് ചെയ്ത യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആണ്. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇൻഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന എത്രത്തോളം ജനങ്ങളാണ് പട്ടിണിയെ നേരിടാനിരിക്കുന്നത്? ഉത്തരം 400 മില്യൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വർഷത്തെ വിസ്ഡൻസ് ലീഡിംഗ് മെയിൽ ക്രിക്കറ്റ് അവാർഡ് ആർക്കാണ്? ഉത്തരം ബെൻ സ്റ്റോക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിപ്പോയുടെ പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റി പ്രകാരം ഇൻ്റർനാഷണൽ പേറ്റന്റ് ഫയലിംഗ്സിൽ ഏത് രാജ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്? ഉത്തരം ചൈനയാണ്. 58,990 ആപ്ലിക്കേഷൻസാണ് നിലവിലുള്ളത്. രണ്ടാമത് അമേരിക്കയും മൂന്നാമത് ജപ്പാനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് കീഴിലുള്ള ദീക്ഷ പ്ലാറ്റ്ഫോമിൽ ഇൻ്റഗ്രേറ്റഡ് ഗവൺമെൻറ് ഓൺലൈൻ ട്രെയിനിങ് അഥവാ IGOT ആരംഭിച്ച ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഡാർക്ക് സ്കൈ എന്ന പേരിൽ വെതർ ആപ്പ് തയ്യാറാക്കിയിരിക്കുന്ന കമ്പനി ആപ്പിൾ ആണ്. ഏതൊരു രോഗത്തിൻ്റെ ഡയഗ്നോസ്റ്റിക് മെഷീനാണ് കൊറോണ വൈറസ് ഡയഗ്നോസ് ചെയ്യാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അപ്രൂവ് ചെയ്തത്? ഉത്തരം ട്യൂബർകുലോസിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IMFൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിൽ മെമ്പറായിട്ടുള്ള ഇന്ത്യൻ ഫോമർ RBI ഗവർണർ? ഉത്തരം രഘുറാം രാജൻ. ബ്ലൂടൂത്ത് സിഗ്നൽസ് ഉപയോഗിച്ചുകൊണ്ട് കൊറോണ വൈറസ് കോൺടാക്ട് ട്രേസിംഗ് ടെക്നോളജി ഏത് കമ്പനിയുമായി ചേർന്നുകൊണ്ടാണ് ഗൂഗിൾ വികസിപ്പിക്കുന്നത്? ഉത്തരം ആപ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിസ്ട്രിയുടെ എഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി യുക്തി എന്ന പേരിൽ പോർട്ടൽ തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ മിനിസ്ട്രി ഏതാണ്? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ആദ്യമായി കോവിഡ് പേഷ്യൻസിൻ്റെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആയുർവേദവും അലോപ്പതിയും ഇൻ്റഗ്രേറ്റ് ചെയ്ത സംസ്ഥാനം? ഉത്തരം ഗോവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ വർഷവും ഏപ്രിൽ 2 ആചരിക്കപ്പെടുന്ന ചിൽഡ്രൻസ് ബുക്ക് ഡേ, ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ബുക്ക് ഡേയുടെ ഈ വർഷത്തെ തീം എന്താണ്? എ ഹങ്കർ ഫോർ വേർഡ്സ് എന്നാണ്. ഏത് സംസ്ഥാനത്താണ് ക്രിമിനലുകളെ പ്രത്യേകം നിരീക്ഷിക്കാനായി 1 കോപ്പ് 1 ഗാങ്സ്റ്റർ എന്ന ആശയം നടപ്പിലാക്കിയത്? ഉത്തരം ഉത്തർപ്രദേശാണ്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? ആർട്ടിക്കിൾ 266 ക്ലോസ് 1. ഇന്ത്യയിൽ ആദ്യമായി എക്കോളജിക്കൽ ഗ്രോത്ത് മെഷർമെൻറ്റ് അഥവാ ഗ്രോസ് എൻവയോൺമെൻറ്റ് പ്രൊഡക്റ്റ് മെഷർ ചെയ്യുന്ന ആദ്യത്തെ സംസ്ഥാനം? ഉത്തരം ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിൽ ആദ്യമായി അനിമൽസിന് വേണ്ടിയുള്ള ക്വാറന്റൈൻ സെൻറ്റർ എന്നുള്ളത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. എവിടെയാണിത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഉത്തരാഖണ്ഡാണ്. COVID-19 കാലത്ത് അവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിനായി കാർഗോ ഓൺ സീറ്റ് ഫ്ലൈറ്റ്സ് ആദ്യമായി ലോഞ്ച് ചെയ്ത കമ്പനി ഏതാണ്? ഉത്തരം സ്പൈസ് ജെറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് പബ്ലിക് സെക്ടർ ബാങ്കുമായി ചേർന്നുകൊണ്ടാണ് ഗവൺമെൻറ് ടെലികോം ഓപ്പറേറ്റർ BSNL ഭാരത് ഇൻസ്റ്റാപേ ലോഞ്ച് ചെയ്യാനായി പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടത്? ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലബ് എനർജി സ്വിച്ച് ഓഫ് ടു സ്വിച്ച് ഓൺ എന്ന ശീർഷകത്തിൽ ക്യാമ്പയിൻ നടത്തിയ ഏത് കമ്പനിയാണ് എഡിസൺ അവാർഡിന് വിജയിയായിട്ടുള്ളത്? ഉത്തരം ടാറ്റ പവറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രഗതി എന്ന പേരിൽ വിമൻ എൻ്റർപ്രണർഷിപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്ത കമ്പനി ഏത്? ഉത്തരം ഫേസ്ബുക്ക്. 2020 ഇൻ്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സ്, അതിൻ്റെ തീം മാത്തമാറ്റിക്സ് ഈസ് എവ്രിവെയർ എന്നുള്ളതാണ്. 2020 മുതൽക്കാണ് ഇത് ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എല്ലാ വർഷവും ഏത് ദിവസമാണിത് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? മാർച്ച് 14 ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് സിറ്റിയാണ് ആദ്യമായി പബ്ലിക് പ്ലേസുകളിൽ ഫേസ് മാസ്ക് നിർബന്ധമാക്കിയത്? ഉത്തരം മുംബൈ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ, RBI അനൗൺസ് ചെയ്ത നിലവിലത്തെ റിപ്പോ റേറ്റ് എത്രയാണ്? ഉത്തരം 3.75% ആണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ അംബാസഡറായി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട വ്യക്തി? വിശ്വനാഥൻ ആനന്ദ്. ടോക്ക് ബാക്ക് എന്ന പേരിൽ വെർച്വൽ ബ്രെയിലി കീബോർഡ് ലോഞ്ച് ചെയ്ത കമ്പനി? ഉത്തരം ഗൂഗിളാണ്.
ഷട്ട്ലിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് പി വി സിന്ധു എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം കൃഷ്ണസ്വാമി വി. മറ്റൊരു ക്വസ്റ്റ്യൻ, ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചൺസിന് ജിയോ ടാഗ് ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ്? ഉത്തർപ്രദേശാണ് ഉത്തരം. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഹൗ ദ ഓണിയൻ ഗോട്ട് ഇറ്റ്സ് ലേയേഴ്സ് എന്ന പുസ്തകം രചിച്ചതാര്? സുധാ മൂർത്തി. ഇന്ത്യയുടെ ഗ്യാസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഫസ്റ്റ് മെമ്പറായിട്ടുള്ള കമ്പനി? മണികരൺ പവർ ലിമിറ്റഡ്.